അയ്യോ എന്താ മോളെ പേടിച്ചോ? അച്ഛനും അമ്മയൊന്നുമില്ലേ? എല്ലാരും വിളിക്ക്. പേടിച്ചൊന്നുമില്ല, അമ്മ വിളിക്കും. അമ്മ നമസ്കാരം. ഞാൻ വീണ്ടും വന്നു. വീട്ടിലിരിക്കാൻ പറ്റുന്നില്ല അവളുടെ ദേഷ്യം കൊണ്ട്, വൈഫിന്റെ. അതുകൊണ്ട് ഞങ്ങൾക്ക് പോകുന്നു. അതുകൊണ്ട് ഒരു അവസാന ശ്രമം എന്ന നിലയിൽ ഇറങ്ങിയതാ. ഈ അവസാന ശ്രമം എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ല. ഞങ്ങളുടെ മോള് ഞങ്ങൾക്ക് വേണം, അത് കിട്ടിയേ പറ്റൂ, നിർബന്ധ. ഈ പുറത്തു വെക്കുന്നവരാരാ രണ്ടുപേരും? ഇതിപ്പോ രണ്ടുപേരേ ഉള്ളൂ. സാധാരണ ഒരു 6-7 പേരുള്ളതാ. ഈ വലിയ ബിസിനസ്സുകാരനൊക്കെ ആവുമ്പളേ ശത്രുക്കൾ ഒരുപാടുണ്ടല്ലോ, അതുകൊണ്ടാ. ഓ ആയിക്കോട്ടെ, പേടിക്കണ്ട, പ്രശ്നക്കാരൊന്നുമില്ല, പാവങ്ങളാ. പക്ഷെ പ്രശ്നം ഉണ്ടാക്കിയാൽ പ്രശ്നക്കാരാ. തൽക്കാലം പ്രശ്നക്കാരവിടെ നിൽക്കട്ടെ. വൈഫ് വരാനിരുന്നതാ. അവൾ എന്നെ പോലെ ഒന്നല്ല, വലിയ പ്രശ്നക്കാരിയാ. അല്ല, ഞാനും ഏറെക്കുറെ അങ്ങനെയൊക്കെ തന്നെയാണ്. പക്ഷെ എന്ത് ചെയ്യാം, ബിസിനസ്സുകാരനായി പോയില്ലേ. ഞാനും വലിയൊരു ബിസിനസ് സ്ഥാപനത്തിലെ മാനേജറായിട്ട് ജോലി ചെയ്യുന്ന ആളാണ്. ഒരുപാട് ബിസിനസ്സുകാരെ കണ്ടിട്ടുമുണ്ട്. അതുകൊണ്ട് അതവിടെ നിൽക്കട്ടെ. മോളെ കൊണ്ടുപോകാൻ തന്നെ വന്നതാണോ? അത് ഞാൻ ആദ്യം പറഞ്ഞല്ലോ. ദേ, കുട്ടികളുടെ കല്യാണക്കാര്യം ആരും അറിഞ്ഞിട്ടില്ല. ഇത് നമുക്കൊരു കുട്ടികളിയായിട്ട് കണക്കാക്കാം. വെറുതെ വേണ്ട, ഈ ബിസിനസ്സിൽ നിങ്ങൾക്ക് നല്ല ലാഭം ഉണ്ടാവും, ഉറപ്പ്. അമ്മ, ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടായിക്കടാ. ലച്ചു ആ കൊച്ചിനെ വിളിച്ചിട്ടുണ്ടോ? വേറൊന്നും ഉണ്ടായിട്ടല്ല. വൈഫ് എന്നെക്കാട്ടും വലിയ ബിസിനസ് ഫാമിലിയാ. ഹൈ റേഞ്ചിലാ വീട്, ധാരാളം പ്ലാന്റേഷൻസ് ഒക്കെ ഉണ്ട്. അവളുടെ ഗ്രാൻഡ് ഫാദറിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും, ഗോപാൽജി, പഴയ MLA. ഇപ്പം അദ്ദേഹം ഇല്ല. തട്ടിപ്പോയ? ആ, തട്ടിപ്പോയി. പിന്നെ രുക്മിണി മാർബിൾസ് എന്ന് കേട്ടിട്ടില്ലേ? കേട്ടിട്ടില്ലേ? അങ്ങനെയുണ്ട്, അത് അവളുടെ. അങ്ങനെ ഒരുപാട്. അല്ല, ഈ മാർബിൾസ് ഒക്കെ അങ്ങ് രാജസ്ഥാനിൽ നിന്നാണോ വരുത്തുന്നത്, അതോ ഹൈ റേഞ്ചിൽ നിന്നാണോ? പപ്പ വന്നിരിക്കുന്നതേ കൊച്ചിനെ കൊണ്ടുപോകാൻ വേണ്ടിയാ. കൊച്ചു പോകണ്ടോ? പപ്പ, ഞാൻ വരുന്നില്ല. എന്നെ കൊണ്ടുവന്നിട്ട് ഇനി പപ്പ ഇങ്ങോട്ട് വരണമെന്നില്ല. അങ്ങനെ ഒറ്റയ്ക്ക് അങ്ങനെ പറയലേ മോളെ. പോലീസിനെ ഇൻവോൾവ് ചെയ്യിപ്പിച്ചിട്ട് നിന്നെ കൊണ്ടുപോകാൻ അറിയാഞ്ഞിട്ടല്ല, വേണ്ടാന്ന് വെച്ചിട്ടാ. അറിയാലോ നമുക്ക് എത്ര കണക്ഷൻസ് ഉണ്ട് പോലീസിലൊന്ന്, എത്ര റിലേറ്റീവ്സ് ആണെന്ന്. വെറുതെ പിന്നെ ഒരു സീൻ ഉണ്ടാക്കണ്ടെന്ന് വെച്ചിട്ടാ. ഈ DGP ബന്ധു ആണോ? ബന്ധുവേ ആരായിട്ട് വേണമെങ്കിൽ ഉണ്ടാക്കാൻ പോനെ. അപ്പോ നീ വരുന്നില്ല അല്ലേ? ഇല്ല. മമ്മി നല്ല ദേഷ്യത്തിലാണ് കേട്ടോ. അവിടെ എപ്പോഴും എല്ലാവർക്കും ദേഷ്യമാണോ? എന്താ പേര്? കുട്ടിയുടെ അല്ല, കുട്ടിയുടെ അമ്മടെ. ഓ എന്റെയോ? നീലിമ ബാലേന്ദ്രൻ തമ്പി, നീലു എന്ന് വിളിക്കും. മിസ്സസ് ബാലചന്ദ്രൻ, ഇത് പ്രശ്നവും. ഞങ്ങൾ ആരെയും വെറുതെ വിടില്ല. ഭർത്താവും മോനുവേ മാറി നിൽക്കാണെന്ന് അറിയാം. എല്ലാത്തിനെയും പോക്കും, മുട്ട് കുത്തിപ്പിക്കും ഞാൻ. മക്കൾക്കൊക്കെ വല്ലതും സംഭവിച്ചാലേ അത് വലിയ പ്രശ്നവും പേരൻസിന്. അറിയാലോ, ഇത് ഭീഷണിയായിട്ട് തന്നെ കരുതിക്കോളൂ. 2 ദിവസം സമയം തരാം, 2 ദിവസം. അതിനുള്ളിൽ എൻ്റെ മോൾ എൻ്റെ വീട്ടിലെത്തിക്കും. മനസ്സിലായല്ലോ? കൊള്ളാം, നല്ല സംസാരം. ഒരു വീട്ടിൽ വരുമ്പോൾ ഇങ്ങനെ തന്നെ സംസാരിക്കണം കേട്ടോ. അങ്കിളെ, ഒരു കാര്യം മനസ്സിലാക്കുന്നത് നല്ലതാ. അങ്ങളുടെ നിൽക്കുന്ന മോളുണ്ടല്ലോ, ആളുടെ കല്യാണം കഴിഞ്ഞു. ആൻഡ് ഇത് 2023 എവിടെ പോയാലും ഈ ഫ്യൂഡൽ സംസാരം ഉണ്ടല്ലോ, അത് പാടില്ല. കൊള്ളാലോ, കുട്ടികളൊക്കെ നന്നായിട്ട് സംസാരിക്കുന്നുണ്ട്. പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, 2 ദിവസം, 2 ദിവസം. അതിനുള്ളിൽ എൻ്റെ മോള് എൻ്റെ വീട്ടിലെത്തിയിരിക്കണം. ഇനി ഇത് പറയാൻ ഞാൻ ഇങ്ങോട്ട് വരില്ല. ഇനി വരുമ്പോ ജംഗ്ഷനിൽ നിന്ന് ഐസ്ക്രീം അയച്ചോണ്ട് വരണോ ഞങ്ങളെ? കാണാം. അമ്മ, ആ കൊച്ചിന്റെ അച്ഛനും അച്ഛന്റെ ആൾക്കാരും ഇല്ലേ, ആ ഗേറ്റിനപ്പുറത്ത് നിന്ന് കുറെ നേരം എന്തൊക്കെയാ കൊണ്ടുപോകണമെന്ന് പറഞ്ഞ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എനിക്ക് തോന്നാണല്ലോ കേട്ടോ ഇത് നമ്മുടെ കയ്യിൽ നിൽക്കുമെന്ന്. നീ ശരിക്കും പേടിയാവുന്നുണ്ട്. അമ്പലത്തിൽ വെച്ച് താലിയും കെട്ടി അവിടുത്തെ രജിസ്റ്ററിൽ ഒപ്പം വെച്ച്, പിന്നെ എന്ത് പ്രശ്നമാവാനും? ഇതിൽ കൂടുതൽ തെളിവ് വല്ലതും വേണം. നിയമം അവർക്ക് അനുകൂലമാണ്. പിന്നെ പെൺകൊച്ച ആരുടെ കൂടെ പോകണ്ടെന്ന് തീരുമാനിക്കുന്നത് പെൺകുട്ടി തന്നെയാണ്. ഏത് കോടതി അവളുടെ കൂടെ നിൽക്കുള്ളൂ. സംസാരിച്ച് അമ്മ പറഞ്ഞിട്ടാ തോന്നും അമ്മ ഇരുകയും നീട്ടി സ്വീകരിച്ചെന്ന്.
ഇവിടെ ഒന്നും സംസാരിക്കാൻ പറ്റാത്ത വിധത്തിലായിട്ടുണ്ടല്ലോടാ. അമ്മ ഈ കാര്യത്തിൽ എനിക്ക് നല്ല പേടിയുണ്ട് കേട്ടോ. കാരണം നമ്മൾ വിചാരിച്ചേക്കാൾ ടോപ്പ് ടീമാ അമ്മ അവര്. അതുമാത്രമല്ല ലീഗലി മൂവ് ചെയ്യുമെന്ന് എനിക്ക് തോന്നണില്ല. ഇപ്പോൾ ഉള്ളത് ഭീഷണിയല്ലേ. ഇതും വർക്കൗട്ട് ആയില്ലെങ്കിൽ അവരടുത്ത സ്റ്റെപ്പിലേക്ക് അങ്ങ് കടക്കും. മൂന്നാമത്തെ സ്റ്റെപ്പ്. മൂന്നാമത്തെ സ്റ്റെപ്പാ എന്തേ? അടി കൂട്ടടി. പാറുവേ, അവള് പറഞ്ഞാലും കാര്യമൊക്കെ ഉണ്ടമ്മ. ഇപ്പൊ ആൾക്കാരെ വെച്ച് നമ്മൾ അപായപ്പെടുത്തൂലെന്ന് എന്താ ഉറപ്പ്? അവരെന്ത് ചെയ്താലും അവർക്ക് കുഴപ്പമൊന്നുമില്ല. അവരുടെ കയ്യിലെ പൂത്ത കാശ് ഉണ്ട്. പോയേച്ചേ എവിടുന്ന് ഇതൊക്കെ വെറും ചോ. അവരെന്തിനു ചെയ്യുന്നു? അവരുടെ കാശുണ്ടെങ്കിൽ അവരുടെ ഇരിക്കും, ഇത്ര തന്നെ. നീ വീട്ടിലും ട്യൂഷൻ സെന്ററിലും കിടന്ന് ഷോണിക്കണ പോലെ അല്ല. കൂടുതൽ കളിച്ചാണ്ടല്ല അല്ല കാറിലും വന്ന് പൊക്കി എടുത്തോണ്ട് ലാറ്റിലും കൊണ്ടേ കളയും. ഓ പിന്നെ ഈ ചേട്ടനെ പല റൂട്ടിലും കൂടെ യാത്ര ചെയ്യണതല്ലേ അമ്മ. എനിക്ക് അതാ പേടി. കേട്ടിട്ട് പേടിയാണല്ലേ ചു. കൈകാലം വരക്കണത് മിണ്ടാതിരിക്കും. അച്ഛൻ ഉണ്ടായിരുന്നെങ്കിൽ ആരും ഒന്നും പേടിപ്പിക്കത്തില്ലായിരുന്നു. അമ്മ അമ്മ അച്ഛനെ വിളിക്കുമ്മ. അച്ഛനെ വിളിച്ചാ ഇപ്പൊ കിട്ടും. ഫോൺ സ്വിച്ച് ഓഫ് ഒന്ന്. എന്നാ പിന്നെ നെയ്യാറ്റിങ്ങല്ലേ അമ്മമ്മേനെ വിളിക്ക്. ആ അത് നല്ല കാര്യമാണ് കേട്ടോ. ചിലപ്പോ അച്ഛനെ പ്രതീക്ഷിച്ചിരിക്കായിരിക്കും നമ്മൾ അമ്മമ്മയെ വിളിക്കണം. ഫോൺ അവിടെ വിളിക്ക്. വിളിക്കാൻ. അമ്മ ഞാൻ എന്ത് ചെയ്യാനാ അമ്മ? ഇതിപ്പോ നമ്മൾ വല്ലതും വിചാരിച്ചിട്ടാണ് ഇതൊക്കെ നടന്നത്. എല്ലാം കൈവിട്ട് പോയില്ലേ. അവൻ ഓഫീസിൽ പോയി. പെങ്കൊച്ചി ഇവിടെ ഉണ്ട്. അമ്മ ബാലു എന്തെടുക്കാം? അമ്മ അവിടെ വന്നിട്ട് ഇതുവരെ ഇങ്ങോട്ട് വിളിച്ചില്ല. വന്നില്ലേ? ചിലപ്പോ മറ്റേ എഞ്ചിനീയറിന്റെ അടുത്ത് അങ്ങനെ പോയിട്ടുണ്ടാവും. ഞാൻ വിളിക്കാം അമ്മ. എന്തുമ്മാ? എടാ അവിടെ ചെന്നിട്ടില്ല അച്ഛൻ. അച്ഛൻ അവിടെ എത്തിയില്ലേ? ഇല്ല. അയ്യോ അച്ഛനോട് പോയി. അമ്മ ഞാൻ നവാസങ്ങളെ വിളിക്കാം കേട്ടോ. അമ്മ ഇനിയിപ്പോ പടവലത്ത് എങ്ങനെ പോയി കാണോ? പടവൽ നിന്നിട്ട് അമ്മ ഇങ്ങോട്ട് വിളിക്കൂലേ? ചേച്ചി ആരാ വിളിക്കണ? ചേച്ചി എന്താ? ഹലോ ചേട്ടാ. ചേട്ടാ അച്ഛൻ നെയ്യാറ്റിങ്കര എത്തിയിട്ടില്ലെന്ന്. എനിക്കറിയാൻ പാടില്ല. ഞാൻ ഒന്ന് അന്വേഷിച്ചിട്ട് ഞാൻ വിളിക്കാം. ശരി. ഹലോ നവാസങ്ങളെ. അതെ അങ്കിൾ അച്ഛനെ കണ്ടായിരുന്ന? 2 ദിവസമായി കണ്ടിട്ട്. ഒന്നുമില്ല അങ്കിളെ. ഞാൻ പിന്നെ വിളിക്കാം. പടവലത്ത് എന്തെങ്കിലും അമ്മ അവിടെ നിന്ന് ഇങ്ങോട്ട് വിളിക്കുമല്ലോ, പറയില്ലേ എന്നോട്? ഇപ്പൊ ബാസ്യങ്ങളുടെ അടുത്ത് അതിന് ചാൻസ് ഇല്ലായിരിക്കും അല്ലേ? എന്നാലും അച്ഛൻ എവിടെ പോയമ്മ? അമ്മ അച്ഛൻ ഇത് ആദ്യമായിട്ടാ കേട്ടോ. എവിടെ പോയാലും നമ്മുടെ കോണ്ടാക്ട് വിട്ട് പോവാറില്ല സാധാരണ. അമ്മ എന്താ? അപ്പൊ അച്ഛൻ എവിടെ പോയേ? എനിക്കറിയാമോ? നിങ്ങളെ പോലെയല്ല എനിക്കും അറിയാൻ പാടുള്ളൂ.